2019 മുതൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ ഹ്യൂമാനിറ്റിയുടെ മനുഷ്യത്വ ദിനം ആചരിച്ചു വരികയാണ്. ചരിത്രമുണ്ട്, യാത്ര പോകാം. ഒരു മൈനിങ് ഏരിയ പ്രളയത്തിൽപ്പെട്ടു. ഖനനത്തിന്റെ താഴ്ചയിൽ 17 ജീവനുകൾ രക്ഷക്കായി അലറിക്കരയുന്നു. വായുവില്ല, വെളിച്ചമില്ല, അതിശക്തമായ തണുപ്പും. ഒരാൾ ഇറങ്ങിയാൽ ഒരുപക്ഷെ എല്ലാവർക്കും രക്ഷപ്പെടാം. ഇറങ്ങുമ്പോൾ മണ്ണിടിഞ്ഞാൽ ആ ജീവനും മണ്ണ് തിന്നും. റെസ്ക്യൂ ടീം വരെ പേടിച്ച് പിന്മാറി. എന്നാൽ 32 വയസ്സുള്ള ഖനിത്തൊഴിലാളിയായ ബ്രാവോ മാനുവൽ "ഞാൻ പോകാം" ആ വാക്ക് പിന്നീട് ചരിത്രമായി മാറി. ചെറിയ ഹെൽമറ്റ് ധരിച്ച് കയറുകെട്ടി ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങുമ്പോൾ മണ്ണിടിഞ്ഞു വീഴുന്നുണ്ട്, വെള്ളം കയറുന്നു, ശ്വാസം മുട്ടുന്നു. എന്നാൽ 17 ജീവനുകളുടെ കരച്ചിൽ മാനുവലിന് കേൾക്കാമായിരുന്നു. ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെ മാനുവലിന്റെ മൃതദേഹം കണ്ടെത്തി. എന്നാൽ രക്ഷിക്കാനെത്തിയ 17 ഖനിത്തൊഴിലാളികളിൽ 15 ജീവനുകളെയും രക്ഷപ്പെടുത്തി. വർഷത്തിൽ ഒരു നാട് മുഴുവൻ ആ ദിവസം ഹ്യൂമാനിറ്റിയുടെ മനുഷ്യത്വ ദിനം ആചരിച്ചു വരികയാണ്. ഇതാണ് അൾട്രോയിസം. എനിക്കായല്ല, നിനക്കായി ഞാൻ പോകും എന്ന മനസ്സ്. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അൾട്രോയിസ്റ്റാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.